മറ്റൊരാളെ കുറിച്ചുള്ള ഗീബത്ത് പറയുന്നത് കേൾക്കുന്ന ഒരു സാഹചര്യം എനിക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള ചില പരിഹാര മാർഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്, അങ്ങനെ ഒരാള് മറ്റൊരാളെ കുറിച്ച് നമ്മോട് ദുഷിച്ചു പറയുമ്പോൾ പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്, എന്ത്? തുറന്നെതിർക്കണം. ആ വർത്താനം എന്നോട് പറയരുത്, ദയവായി നിങ്ങൾ എന്നോട് മറ്റുള്ളവരുടെ കുറ്റം പറയരുത്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, വേറെ ആ രൂപത്തിൽ വല്ല സംസാരങ്ങളും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഒന്നുകിൽ അത് തന്റെ നാവ് കൊണ്ടതിനെ തുറന്ന് എതിർക്കുക. അതിന് സാധ്യമല്ലെങ്കിൽ തന്ത്രപരമായി ആ സംസാരത്തെ മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റിമറിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഗീബത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, തുറന്നെതിർക്കാൻ പറ്റണില്ല, ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ് എങ്കിൽ അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരദൂഷണമാകുന്ന വിഷയത്തിൽ നിന്ന് ഹിക്മത്തോടെ തന്ത്രത്തോടെ വിഷയം മാറ്റി മറ്റൊന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമതായി, അതിനും നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് ആ പ്രവൃത്തിയോട് വെറുപ്പ് കാണിച്ച് ആ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അത് കേൾക്കാൻ ഇരുന്നു കൊടുക്കരുത്. എത്രത്തോളം അങ്ങനെ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം തനിക്കുണ്ടായി എന്ന് അഭിനയിച്ചിട്ടാണെങ്കിലും അവിടുന്ന് ഇറങ്ങിപ്പോകണം. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരാൾക്കൊരു ഫോൺ വരുന്നുണ്ട് എന്നുള്ള വിധത്തിൽ പുറത്തേക്ക് പോയാലും മതിയല്ലോ. ഏതെങ്കിലും വിധത്തിൽ എനിക്കിപ്പോ അർജന്റ് ഒന്ന് പുറത്തു പോകാനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന നാട്യത്തിലൂടെ അഭിനയിച്ചുകൊണ്ടാണെങ്കിൽ പോലും ആ സദസ്സ് വിട്ട് നീ പോവുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതിനും നിവൃത്തിയില്ല, ഈ മൂന്ന് വിധത്തിലും നിവൃത്തിയില്ല, അവിടെ ഇരിക്കേണ്ടി വരിക തന്നെയാണെങ്കിൽ അവിടെ ഉലമാക്കൾ പണ്ഡിതന്മാര് പറഞ്ഞു, നീ അതിലേക്ക് കാതുകൊടുക്കാതിരിക്കാൻ നിന്റെ മനസ്സിൽ നീ ദിക്റുകൾ ഇങ്ങനെ ചൊല്ലിക്കോ. റഹ്മാനായ റബ്ബിനെ കുറിച്ച്, ഗീബത്തിനെ കുറിച്ച്, ഗീബത്ത് കേട്ടാലുള്ള ശിക്ഷയെ കുറിച്ചൊക്കെ നീ ഇങ്ങനെ ഗൗരവത്തോടെ നീ നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല സദ്വിചാരങ്ങൾ, റബ്ബിനെ കുറിച്ചുള്ള ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അയാള് പറയുന്ന ആ കാര്യത്തിലേക്ക് നീ ശ്രദ്ധിക്കാത്ത വിധത്തിൽ നിന്റെ മനസ്സിനെ നീ രക്ഷപ്പെടുത്തണം. ഈ 4 മാർഗങ്ങളാ അതിന് പണ്ഡിതന്മാര് കൃത്യമായി രേഖപ്പെടുത്തിയത്.